സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലിനെ, അവിടെ ഉണ്ടാകുന്ന ചാർജ് സെപ്പറേഷൻ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ അത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുമോ? എഫക്റ്റ് ചെയ്യും അല്ലേ. അതായത് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിന് മാറ്റം സംഭവിക്കുന്നു. എന്നാൽ എത്രത്തോളം മാറ്റം സംഭവിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇത്തരത്തിൽ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ എത്രത്തോളം മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന, എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ദാറ്റ് ഈസ് നേൺസ്റ്റ് ഇക്വേഷൻ ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ അയോൺസ്. ടെമ്പറേച്ചറും മെറ്റൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷനും മാറുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ. എങ്ങനെയാണ് ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക എന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു റിഡക്ഷൻ റിയാക്ഷനാണ്. Mn പ്ലസ് n ഇലക്ട്രോൺ ഗിവ്സ് m സോളിഡ്. അതായത് ഏതെങ്കിലും ഒരു മെറ്റൽ അയോൺ, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് n+ എന്നാണ്. ഈ n 1, 2, 3 എത്ര വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റൽ. Mn++ n ഇലക്ട്രോൺ ഗിവ്സ് m സോളിഡ് എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള റിഡക്ഷൻ റിയാക്ഷൻ്റെ the electrode potential at any concentration measured with respect to the standard Hutton electrode ആണ് തന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെങ്കിലും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ സൂചിപ്പിക്കാം? E of Mn plus bar M is equal to E0. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E0 minus RT by NF natural logarithm of concentration of M divided by concentration of Mn plus. ഈ രീതിയിൽ നമുക്കൊരു ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വേഷൻ ഒന്നുകൂടെ ഓർക്കുക. E is equal to E0 minus RT by NF natural logarithm of concentration of M divided by concentration of Mn plus. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോൺസെൻട്രേഷൻ ഓഫ് M എന്ന് പറയുന്നത് മെറ്റൽ, സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റലിൻ്റെ കോൺസെൻട്രേഷനാണ്. സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റലിൻ്റെ കോൺസെൻട്രേഷനെ നമ്മൾ യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം? നമുക്ക് എഴുതാൻ സാധിക്കും E of Mn plus bar M is equal to E0 of Mn plus bar M minus RT by NF ln 1 by concentration of Mn plus. ഇവിടെ നോക്കൂ, ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു E0 മൈനസ് RT by NF നാച്ചുറൽ ലോഗരിതം ഓഫ് 1 by concentration of Mn plus. നേൺസ്റ്റ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. E is equal to E0 മൈനസ് RT by NF നാച്ചുറൽ ലോഗരിതം ഓഫ് 1 by concentration of Mn plus. ഇതിലുള്ള ഓരോ ടേംസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യത്തെ ടേം നോക്കൂ, E of Mn plus bar M എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷൻ. ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെങ്കിലുമുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് E എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ടേമാണ് E0. E0 നമുക്കറിയാം
E0 ഓഫ് Mn പ്ലസ് ബാർ M എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്തിരിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അടുത്ത ടേം R. എന്താണ് ക്യാപിറ്റൽ R റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അവിടെ ആറിൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അടുത്ത ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. ക്യാപിറ്റൽ T എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചറിനെയാണ് ക്യാപിറ്റൽ T എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്മോൾ ലെറ്റർ N ആണ്. N എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിഡക്ഷൻ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോണുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതാണ് N എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. N റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അടുത്ത ടേം കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. നമുക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റിൽ Mn പ്ലസ് എന്ന് തന്നാൽ എൻ്റെ അർത്ഥം എന്താണ്? ദ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് സ്പീഷീസ് അല്ലെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് അയോൺസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും അടങ്ങിയിട്ടുള്ള ഒരു ഹാഫ് സെല്ലിൽ എത്രത്തോളമാണ് മെറ്റൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് Mn പ്ലസ്. Mn പ്ലസ് റെപ്രസെൻറ്റ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് അയോൺസ്. ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നേൺസ്റ്റ് ഇക്വേഷനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ? നേൺസ്റ്റ് ഇക്വേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ഇറ്റ് ഗിവ്സ് ദ ഐഡിയ ഓർ റിലേഷൻ അബൌട്ട് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ അയോൺസ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. നേൺസ്റ്റ് ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ജനറൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഈ നേൺസ്റ്റ് ഇക്വേഷന് നമുക്ക് ഏറ്റവും അധികം അറിയാവുന്ന ഡാനിയൽ സെല്ലിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഡാനിയൽ സെല്ല് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അവിടെ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഡാനിയൽ സെല്ലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ഡാനിയൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. നോക്കൂ, എങ്ങനെയാണ് ഡാനിയൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? സിങ്ക് സോളിഡ് ബാർ zinc 2+ aqueous double bar Cu2+ aqueous bar Cu solid. ഈ രീതിയിൽ നമുക്കൊരു ഡാനിയൽ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ കാഥോഡ് കോപ്പർ ഇലക്ട്രോഡും ആനോഡ് സിങ്ക് ഇലക്ട്രോഡുമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ നേൺസ്റ്റ് ഇക്വേഷൻ കാഥോഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. നമുക്കറിയാം കാഥോഡ് ഇവിടെ കോപ്പറാണ്. അതുകൊണ്ട് തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. E ഓഫ് Cu2+ ബാർ Cu ഈസ് ഈക്വൽ ടു E0 Cu2+ ബാർ Cu മൈനസ് RT/2F നാച്ചുറൽ ലോഗരിതം ഓഫ് 1 കോൺസെൻട്രേഷൻ ഓഫ് Cu2+ aqueous. നേൺസ്റ്റ് ഇക്വേഷൻ്റെ ജനറൽ ഫോം ഉപയോഗിച്ച് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും RT/2F എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് അവിടെ 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഒരു റിഡോക്സ് റിയാക്ഷനിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ 2 ഇലക്ട്രോണുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഏതാണ് 2 ഇലക്ട്രോണുകൾ? സിങ്ക് എന്ന് പറയുന്ന ആനോഡ് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോൺസ് ആയിട്ട് മാറുന്നു. ഈ 2 ഇലക്ട്രോണുകളെ Cu2+ അയോണുകൾ അല്ലെങ്കിൽ കോപ്പർ അയോണുകൾ ആക്സെപ്റ്റ് ചെയ്ത് കോപ്പർ സോളിഡായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഓവറോൾ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോണുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക? 2 ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് തന്നെ N ഈസ് ഈക്വൽ ടു 2 എന്ന് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആനോഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എഴുതുക? ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം E ഓഫ് Zn2+ ബാർ Zn ഈസ് ഈക്വൽ ടു E0 Zn2+ ബാർ Zn മൈനസ് RT/2F ln 1 കോൺസെൻട്രേഷൻ ഓഫ് zinc 2+ aqueous. 2 റിയാക്ഷൻസും 2 ഇക്വേഷൻസും നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ 2 ഇക്വേഷൻസും കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും കാര്യത്തിൽ നേൺസ്റ്റ് ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഇനി ഇതിൽ നിന്നും സെൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം.
എങ്ങനെയാണ് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇ സെൽ ഈസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് അല്ലേ? ഇവിടെ ഇ സെൽ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? ഇ ഓഫ് കോപ്പർ ആൻഡ് ഓൾസോ ഇ ഓഫ് സിങ്ക്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമുക്ക് എഴുതാവുന്നതാണ് ഇ സെൽ ഈസ് ഈക്വൽ ടു ഇ ഓഫ് Cu2 പ്ലസ് ബാർ Cu മൈനസ് ഇ ഓഫ് Zn2 പ്ലസ് ബാർ Zn. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആണ് ഇ ഓഫ് Cu2 പ്ലസ് ബാർ Cuവും ഇ ഓഫ് Zn2 പ്ലസ് ബാർ Zനും. രണ്ട് ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. നമുക്ക് കാണാൻ സാധിക്കും E0 ഓഫ് Cu2 പ്ലസ് ബാർ Cu മൈനസ് RT ബൈ 2F ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എക്വസ്. ഇത് മുഴുവൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് Cu2 പ്ലസ് ബാർ Cu ആണ്. ഇത്രയും കിട്ടിയതിനെ മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. E0 ഓഫ് Zn2 പ്ലസ് ബാർ Zn മൈനസ് RT ബൈ 2F ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് എക്വസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക ഒന്ന് നോക്കാം. അതിനായിട്ട് E0 വരുന്ന ടേംസിനെ മാത്രം നമുക്കൊന്ന് ആദ്യമായിട്ട് എടുത്തെഴുതാം. നോക്കൂ, E0 വരുന്ന ടേമുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്? E0 ഓഫ് Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 ഓഫ് Zn2 പ്ലസ് ബാർ Zn. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ ബാക്കി വരുന്ന ടേമുകളെ ഒന്ന് നോക്കാം. നമുക്ക് ബാക്കി വരുന്ന ടേമുകൾ മൈനസ് RT ബൈ 2F ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്, അതുപോലെ മൈനസ് RT ബൈ 2F ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ആണ്. ഇതിൽ രണ്ടിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു ടേം ഉണ്ട്, മൈനസ് RT ബൈ 2F. അതുകൊണ്ട് തന്നെ മൈനസ് RT ബൈ 2F എന്ന് പറയുന്ന ടേമിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് RT ബൈ 2F ഇൻറ്റു എന്തൊക്കെയാണ് വരുന്നത്? ln 1 ബൈ Cu2 പ്ലസ് എക്വസ് മൈനസ് ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് എക്വസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 ഓഫ് Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 ഓഫ് Zn2 പ്ലസ് ബാർ Zn മൈനസ് RT ബൈ 2F ഇൻറ്റു അതായത് ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എക്വസ് മൈനസ് ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് എക്വസ്. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് മൈനസ് ln 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ്. എങ്ങനെയാണ് ഈ നാച്ചുറൽ ലോഗരിതംസ് വരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് സോൾവ് ചെയ്തെടുക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉപയോഗിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ജനറൽ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമുക്കിതിനെ ജനറലി ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ln 1 ബൈ എ മൈനസ് ln 1 ബൈ ബി. ശ്രദ്ധിക്കുക, ln 1 ബൈ എ മൈനസ് ln 1 ബൈ ബി. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ln ഓഫ് 1 ബൈ എ ഡിവൈഡഡ് ബൈ 1 ബൈ ബി. ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ln ഓഫ് 1 ബൈ എ ഡിവൈഡഡ് ബൈ 1 ബൈ ബി. രണ്ട് നാച്ചുറൽ ലോഗരിതംസ് തമ്മിലുള്ള സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ln എടുത്ത് കോമൺ ആയിട്ട് രണ്ട് ടേംസിന് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് നോക്കൂ, ഇവിടെ 1 ബൈ എ ആണ് ന്യൂമറേറ്റർ, 1 ബൈ ബി ആണ് ഡിനോമിനേറ്റർ. ഇതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം? റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മറച്ചിട്ട് ഗുണിക്കുക എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും അല്ലേ? അപ്പോൾ ഒന്ന് അതിനെ മറച്ചിട്ടൊന്ന് ഗുണിച്ച് നോക്കൂ. 1 ബൈ എ ഇൻറ്റു ബി ബൈ 1 എന്ന് വരും. അതുകൊണ്ട് നമുക്ക് അതിനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ln ബി ബൈ എ. അതുപോലെ തന്നെ ഈ ഒരു ln ടേമിനെ നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം ln സിങ്ക് 2 പ്ലസ് എക്വസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എക്വസ് എന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ബൈ 2F ln കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് എക്വസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എക്വസ്. ഈ രീതിയിൽ നമുക്ക് എന്ത് കിട്ടി? നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കിട്ടിയ ഇക്വേഷൻ ഇതാണ്. E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ബൈ 2F ln
concentration of zinc 2 plus divided by concentration of Cu 2 plus. ഇവിടെ ഇതൊരു നാച്ചുറൽ ലോഗരിതം വാല്യൂ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സെൽ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കൂ. ഡാനിയൽ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് അയോണുകളെയും കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയോണുകളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയോൺസ് കൂടുന്തോറും ഈ സെൽ വാല്യൂ കൂടുന്നു. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് അയോൺസ് കൂടുന്തോറും ഈ സെൽ വാല്യൂ കുറയുന്നു. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒന്നും കൂടെ പറയാം, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT/2F LN. LN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതമാണ്. നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu 2+. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? കോപ്പർ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഡാനിയൽ സെല്ലിൻ്റെ ഈ സെൽ വാല്യൂ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കൂടുന്നു. എന്നാൽ സിങ്ക് അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ സെൽ വാല്യൂ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ കുറയുന്നു. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇതിൽ എന്ത് മനസ്സിലാക്കാം? നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും ടെമ്പറേച്ചറിനെയും കോൺസെൻട്രേഷൻ ഓഫ് അയോണുകളെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെർൻസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഡാനിയൽ സെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, പിന്നെ ഒരു ഡാനിയൽ സെല്ലിൻ്റെ നെർൻസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണ് എഴുതുക? ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT/2F LN. LN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ aqueous ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+ aqueous എന്ന് കണ്ടു. ഇതിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പോഴും ഓർക്കണം, Cu2+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ടും സിങ്ക് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ചിട്ടും ഈ സെൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദിസ് ഡാനിയൽ സെൽ ഇൻക്രീസസ്. ഇപ്പം നമ്മളിവിടെ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് നാച്ചുറൽ ലോഗരിതംസിൻ്റെ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാനും കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഫോമിൽ നിന്നും ഈ ഇക്വേഷനെ ബേസ് 10 ഫോമിലേക്ക് മാറ്റുന്നു. അതായത് LN എന്നതിനെ ലോഗ് എന്നാക്കി മാറ്റുന്നു. അപ്പം എല്ലാവരും ഓർക്കണം, LN എന്നതിനെ ലോഗ് ആക്കി മാറ്റുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? LN എന്ന ഇക്വേഷനെ ലോഗ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ 2.303 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT/2F log concentration of zinc ions divided by concentration of copper ions എന്നായിട്ട് മാറ്റി എഴുതാം. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT/2F log concentration of zinc ions divided by concentration of copper ions. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, R എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഉണ്ട്, അതുപോലെ തന്നെ F ഫാരഡേസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഈ കോൺസ്റ്റൻ്റിനെല്ലാം ഓരോ വാല്യൂസ് ഉണ്ട് അല്ലേ? ഈ വാല്യൂസൊക്കെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിന് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ 298 കെൽവിനായിട്ട് എടുക്കാം. ഫാരഡേസ് കോൺസ്റ്റൻ്റെ വാല്യൂ മറക്കരുത്, 1 ഫാരഡേ ഈസ് ഈക്വൽ ടു 96487 കൂളോം പെർ മോൾ. ഇത്രയും കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എങ്ങനെയാണ്? ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ നെർൻസ്റ്റ് ഇക്വേഷൻ വളരെ സിംപ്ലസ്റ്റ് രൂപത്തിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് റെപ്രസെൻറ്റേഷൻ? ഓർക്കണം, ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഡിവൈഡഡ് ബൈ
കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയോൺസ്. കോപ്പർ അയോണുകളുടെയും സിങ്ക് അയോണിൻ്റെയും കോൺസെൻട്രേഷനെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു ഇക്വേഷനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ സൂചിപ്പിക്കുക. വേറൊരു സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനായിട്ടൊന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഇവിടെ നിക്കലും സിൽവറുമാണ് ഇലക്ട്രോഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നിക്കലും സിൽവറും ഇലക്ട്രോഡ്സ് ആയിട്ട് എടുത്തിരിക്കുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അനുസരിച്ചിട്ട് നിക്കലിനെ ആനോഡായിട്ടും അതുപോലെ തന്നെ സിൽവറിനെ കാഥോഡായിട്ടും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കൂ. നിക്കൽ സോളിഡ് ബാർ Ni2+ aqueous salt bridge Ag+ aqueous ബാർ Ag. ഇങ്ങനെയാണ് നമ്മൾ നിക്കൽ സിൽവർ ഇലക്ട്രോഡുകളുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ നിക്കൽ ആനോഡാണ്, സിൽവർ കാഥോഡാണ്. അതുകൊണ്ട് തന്നെ നിക്കലിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ നിക്കൽ ഗീവ്സ് നിക്കൽ 2+ +2 ഇലക്ട്രോൺ എന്ന് എഴുതാം. അതുപോലെ സിൽവറിൽ കാഥോഡിൽ റിഡക്ഷൻ റിയാക്ഷനും നടക്കുന്നു. അതുകൊണ്ട് തന്നെ നിക്കൽ റിമൂവ് ചെയ്ത 2 ഇലക്ട്രോണുകളെ സിൽവർ സ്വീകരിക്കുന്നു. അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2Ag+ +2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag സോളിഡ്. ഒരു സിൽവർ അയോണിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സിൽവർ അയോണുകൾ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് സിൽവർ സോളിഡായിട്ട് റിഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്തരം 2 റിയാക്ഷൻസ്, 2 ഹാഫ് സെൽ റിയാക്ഷൻസ് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എങ്ങനെയാണ് സൂചിപ്പിക്കുക? നമുക്കറിയാമല്ലേ, ആരോയുടെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് എഴുതാം, റൈറ്റ് സൈഡിലുള്ളതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് എഴുതാം. അപ്പോൾ നോക്കൂ, എങ്ങനെ എഴുതാം? നിക്കൽ സോളിഡ് +2Ag aqueous gives നിക്കൽ 2+ aqueous +2Ag സോളിഡ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2 ഇലക്ട്രോൺ വീതമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഓവറോൾ റിയാക്ഷൻ ഇതാണ്. നിക്കൽ +2Ag+ ഗീവ്സ് നിക്കൽ 2+ +2Ag. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിക്കൽ 2+ ആയിട്ട് മാറുന്നു, 2Ag+ 2Ag ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഇങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത്. നമുക്കറിയാം E cell is equal to E0 cell minus RT/2F ln concentration of nickel ions divided by concentration of silver ions square. ഒന്ന് നോക്കൂ, ഈ ഒരു ഇക്വേഷനിൽ n = 2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് അതിന് കാരണം? നിക്കൽ 2 ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു സിൽവറിന് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2 സിൽവർ അയോണുകൾ 2 ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഓവറോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഈ ഒരു റിയാക്ഷനിൽ? 2 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ n = 2 എന്ന് കൊടുക്കുന്നു. അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, നാച്ചുറൽ ലോഗരിതം ഓഫ് നിക്കൽ 2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിൽവർ സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സിൽവർ സ്ക്വയർ എഴുതാനുള്ള കാരണം? ഓവറോൾ റിയാക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സിൽവർ അയോണുകളുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? E cell is equal to E0 cell minus RT/2F ln concentration of nickel 2+ divided by concentration of Ag+ square എന്ന് എഴുതാം. ഇവിടെ നാച്ചുറൽ ലോഗരിതം ടേംസിലാണ് തന്നിരിക്കുന്നത്. ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ലോഗാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എഴുതാം E cell is equal to E0 cell minus 2.303 RT/2F log concentration of nickel 2+ divided by concentration of Ag+ square. ഈ 2 രീതിയിലും ഈ ഒരു സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. നേൺസ്റ്റ് ഇക്വേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ജനറൽ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ജനറൽ റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ റിയാക്ഷൻ ജനറൽ ഫോമിൽ നമുക്ക് തന്നിരിക്കുന്നു. AA + BB
gives CC plus DD. ക്യാപിറ്റൽ ലെറ്റർ എയും ബിയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയാക്റ്റൻറ്റുകളെയാണ്. എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ സിയും ഡിയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റുകളെയാണ്. ഇവ കൂടാതെ സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെ സൂചിപ്പിക്കുന്നു അല്ലേ? ഇത്തരമൊരു റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നോക്കൂ, ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ബൈ NF നാച്ചുറൽ ലോഗരിതം ഓഫ് Q. എന്താണ് ഈ Q? നമ്മൾ +1 ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ ക്യൂവിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ Q എന്ന് പറയുന്നത്? Q എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. Q എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ബൈ NF നാച്ചുറൽ ലോഗരിതം ഓഫ് Q എന്ന് എഴുതാം. ഇനി ഈ Q എന്നതിന് പകരം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്കറിയാം Q എന്നുള്ളത് എന്താണ്? The product of molar concentration of products divided by the product of molar concentration of reactants ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ബൈ NF ln എന്താണ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. നോക്കൂ, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിയും ഡിയും ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D എന്ന് സൂചിപ്പിക്കാം. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B എന്ന് സൂചിപ്പിക്കാം. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നാച്ചുറൽ ലോഗരിതം ഫോമിലാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലോഗരിതത്തിനെ ബേസ് 10 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം. അപ്പോൾ എന്താണ് വേണ്ടത്? ln log ആക്കി മാറ്റുമ്പോൾ 2.303 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ബൈ NF log concentration of C റൈസ് ടു C into concentration of D റൈസ് ടു D whole divided by concentration of A റൈസ് ടു A into concentration of B റൈസ് ടു B എന്ന് സൂചിപ്പിക്കാം. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.